നമസ്കാരം. മലൂസ് മിലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിലെ 11th വീഡിയോ ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് സഫാരി വേൾഡിലാണ്. സഫാരി വേൾഡിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേയുള്ള വീഡിയോ ചെന്ന് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫാരി വേൾഡ് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ 2 എപ്പിസോഡ് ഉണ്ടാവുന്നു. ശരിക്കും 2 പാർട്ടിൽ നിൽക്കില്ല, 3 പാർട്ട് ഉണ്ടാവും. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ അടുത്ത ഷോയിൽ കയറിയിട്ടുണ്ട്. സ്പൈവാർ എന്നാണ് ഈ ഷോയുടെ പേര്. ഈ സഫാരി വേൾഡിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഷോ ആണിത്. അത്രയ്ക്ക് കിട്ടിലും ഷോ ആണ്. ആക്ച്വലി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഷോ അറ്റൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഭയങ്കര തിരക്കാണ്. ശരിക്കും ഒരു സീറ്റ് പോലും ഒഴിവില്ല. അത്രമാത്രം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഷോ കാണുവാനായിട്ട്. ഇത് നമുക്ക് ഈ ഷോയുടെ പ്രത്യേകത എന്താണെന്നറിയാം. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോ ആണ്. അതായത് സിനിമയ്ക്കും നാടകത്തിനും അപ്പുറം ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഷോ ആണ്. പക്ഷേങ്കിൽ സിനിമയും അല്ലെങ്കിൽ നാടകമായിട്ട് വളരെയേറെ ബന്ധം ഈ ഷോയ്ക്ക് ഉണ്ട് താനും. നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്നത് ഒരു സ്ക്രീനിലായിരിക്കും അല്ലേ. അത് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ സ്ക്രീനിലല്ലാണ്ട് ലൈവായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും? സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീടേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിഹേഴ്സൽ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നാടകമായിട്ട് അങ്ങനെ ബന്ധം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നാടകത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിനകത്ത് നിന്നുകൊണ്ടായിരിക്കും ഈ അഭിനേതാക്കൾ അവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഓഡിയൻസായിട്ട് പവലിലിരുന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മുന്നിലിരുന്നിട്ട് വീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഷോയിൽ ശരിക്കും ഒരു സ്റ്റേജ് മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന ഈ പവലിനൊഴികെ ബാക്കിയുള്ള എല്ലാ ഈച്ച് ആൻഡ് എവരി സ്പോട്ടുകളും അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അവിടെ സ്റ്റേജിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാര്യം സ്റ്റേജ് കഴിയുകയാണെങ്കിൽ അപ്പുറത്ത് മലയും കുന്നും ചെരിവും പിന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു പുഴയും ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഷോയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഓരോ പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് ഒറിജിനൽ സാധനങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഈ ജെറ്റ് സ്കീ അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത് ഒറിജിനലാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കില്ല, എന്നാൽ പോലും ഞാൻ പറയാം, ഇതിനകത്ത് ബോംബ് ഒരു ഉപയോഗിക്കുന്നുണ്ട്, ഒറിജിനൽ ബോംബ്. പക്ഷേ അത്ര അധികം എഫക്റ്റ് വരുന്ന ബോംബുകളല്ല, എന്നാൽ പോലും ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. സുഹൃത്തുക്കളെ, എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ശരിക്കും ഹോളിവുഡ് ഫിലിം ഞാൻ കാണുന്ന ഒരു ഫീലാണ്. നമ്മളങ്ങ് പിടിച്ചങ്ങിരുത്തും. ഈ ഷോയുടെ ഡ്യൂറേഷൻ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 30 minutes ആണ്. പിന്നെ വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരം മിണ്ടുന്നില്ല. നിങ്ങൾ ഈ സൗണ്ട് എഫക്റ്റോട് കൂടിയുള്ള വീഡിയോ ജസ്റ്റ് ബാക്കി കുറച്ച് ഭാഗം കണ്ടുപോകും. ഒരു അരമണിക്കൂർ പോയതേ അറിഞ്ഞില്ല. കാരണം എത്ര പെട്ടെന്ന് അങ്ങ് പോയി. എന്തായാലും നമുക്ക് ഈ ഷോ കണ്ടങ്ങ് തീർത്തു. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ അടുത്ത പാർട്ട് എന്നുള്ളത് സൂ ആണ്. നമുക്ക് സൂവിലോട്ട് പോകാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സ്പൈവാറിൽ പോകുമ്പോഴത്തേക്ക് ഒരിക്കലും കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകാൻ പാടില്ല. ബൈ മിസ്റ്റേക്കിൽ ഞങ്ങൾ ലൂക്കയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതുപോലെ തന്നെ ഒത്തിരി സൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. ഈവൻ ഒരു ബോംബ് വീഴുന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര സൗണ്ടും ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരും. ഇപ്പോൾ കുഞ്ഞു പിള്ളേർ വല്ലാണ്ട് പാനിക്കായി പോവും. പിന്നെ പിള്ളേർ ഭയങ്കര കരച്ചിലായിരിക്കും. ലൂക്കയാണെങ്കിലും ഇത്ര വരെ കരച്ചിലായിരുന്നു. ശരിക്കും പുറത്തോട്ട് വന്ന ശേഷം ഈ സൂവിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ബേർഡ്സും അല്ലെങ്കിൽ ആനിമൽസിനെ കാണിച്ചപ്പോഴത്തേക്കും അതിനെ കണ്ടപ്പോഴത്തേക്കാണ് അവരുടെ മൈൻഡ് മാറി അവർ കുറച്ചങ്ങ് ആക്റ്റീവായിട്ട് വരുന്നത്. എന്നെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും നമ്മൾ ഈ കാണുന്ന ഷോസ് ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ സൂ ആണെങ്കിലോ പ്രത്യേകമായിട്ടുള്ള അഡീഷണൽ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടൈമിംഗ് ആണ്. ഓരോ ഷോയ്ക്കും ഓരോ പ്രത്യേക ടൈമിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ
ടൈം എവിടെയൊക്കെ എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കിയിട്ട് ഷോയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഷോ തുടങ്ങുന്നതിന് മുന്നേ കയറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ടൈം വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഒന്നും വേസ്റ്റ് ആവില്ല. കറക്റ്റ് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് മാക്സിമം നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം മൊത്തം കണ്ട് കാണേണ്ട കാഴ്ചകളെല്ലാം ഈ സഫാരി വേൾഡിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉച്ചയായിട്ടുണ്ട്. ലഞ്ച് തികച്ചും കോംപ്ലിമെൻ്ററി ആണ്. നമ്മൾ സവന്ന എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ തേടി പിടിച്ച് കണ്ടെത്തി അവിടെ പോവുക. നമ്മുടെ എൻട്രി പാസിനോടൊപ്പം നമ്മളൊരു ഫുഡ് കൂപ്പൺ കൂടെ ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ ഒരു സീറ്റിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും. ബൊഫേ ആണ്. നമ്മുടെ ആവശ്യത്തിലുള്ള ഫുഡ് എടുത്ത ശേഷം നമുക്ക് അവിടെ ചെന്നിരുന്ന് കഴിക്കാൻ പറ്റും. നല്ല വിശപ്പുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.